സെക്കൻഡ് ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത ഇബ്രാഹിമിന് അദ്ഹം തങ്ങളെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ എന്തിനായി ഉറങ്ങണത്? അത്താഴത്തിന് ഒരു 1/4 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റതിനാണോ 12 മണി വരെ വാശി തീർത്ത് ഉറങ്ങണത്? എന്തിനാ കൂട്ടുകാരെ? ഇപ്പൊ പല്യകര റമദാൻ എന്ന് എവിടെയോ ഉള്ള റമദാനെ മാടി വിളിച്ചത് കളിയാക്കാനോ പരിഹസിക്കാനോ ആണോ? നമ്മളുടെ ഒരു റമദാനിന്റെ ഒരു കോലം 21-ാം തീയതി സൈൻതാത്തന്റെ അടുത്തുണ്ട്, 28-ന് ഉമ്മാമരുടെ അടുത്ത് പറഞ്ഞത്, 27-ന് ഇബ്രാഹിം കാക്ക പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഒറ്റിട്ട് അവന് കുറെ ഇഫ്താറുകളുടെ പെരുമഴക്കാല നമ്മൾ ആ റീൽസുകൾ ഇഫ്താറുകൾ കൊണ്ട് നിറയാൻ പോവാണ്. ഇനി റമദാനെ കളിയാക്കരുത് കേട്ടോ. അല്ലാഹു ബഹുമാനിച്ച മാസം റമദാനാണ്. റമദാൻ എതിര് സാക്ഷി നിന്നാൽ പിന്നെ നമുക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല, ഒരു മനുഷ്യനുണ്ടാവില്ല. വേറെ ആരെങ്കിലൊക്കെ എതിര് സാക്ഷി നിന്നാൽ ഒരുപക്ഷെ അമ്പിയാക്കളൊക്കെ ഇടപെട്ട് നോക്കും. റമദാൻ ഇല്ല 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 റമദാൻ. അതിനെ നമ്മൾ ഏതർത്ഥത്തിൽ സ്വീകരിക്കാനാണ് പടിവാതിൽക്കലുള്ള റമദാനെ നമ്മൾ മുന്നിൽ കാണുന്നത്? വബല്ലിഗ്നാ റമദാൻ എന്ന് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ദുആ ചെയ്ത് ഹൃദയം കൊണ്ട് ആമീൻ പറയുമ്പോൾ സ്വീകരിക്കണമേ എന്ന് കരുതുമ്പോൾ എന്തിനു വേണ്ടിയാണ് റമദാനെ നമ്മൾ മാടി വിളിക്കുന്നത്?